ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാർട്ടൂൺ ഫ്രെയിമാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ടോൺമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പാണ് കേട്ടോ ആദ്യം വേണ്ടത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കിയാൽ തന്നെ നമുക്ക് കുറേ എഫക്റ്റുകൾ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഈ ഒരു എഫക്റ്റാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും. അതിൽ നമുക്ക് വേണ്ട പിക്ചേഴ്സ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പിക്ചർ ക്രിയേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. ഇത് LKG പഠിക്കുന്ന കുട്ടികൾ ടീച്ചറിന് കൊടുക്കുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ 24 കുട്ടികളും പിന്നെ ടീച്ചറുടെ ഫോട്ടോ ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഇതിൽ ഗൂഗിളിലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് പറഞ്ഞടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് കിട്ടും. അതിൽ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഇതുപോലെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാ പിക്ചേഴ്സും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ പിക്ചേഴ്സും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ക്യാൻവയിലാണ് കേട്ടോ ബാക്കി എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാനുള്ളത്. ക്യാൻവ ഓപ്പൺ ആക്കിയിട്ട് ഇതുപോലെ A4 ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ചൂസ് ഫയൽ ചെയ്തിട്ട് എല്ലാ ഫയൽസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ഫ്രെയിം A4ലും ചെയ്യും, അതുപോലെ തന്നെ A3ലും ചെയ്യും. ഇപ്പോൾ ചെയ്യണത് A4 ഫ്രെയിമാണ് കേട്ടോ നമ്മൾ ചെയ്യണത്. ഇനി ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു പേജിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വെക്കേണ്ടത് അങ്ങനെ കറക്റ്റ് നോക്കിയിട്ട് വെക്കാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. മുകളിലേക്ക് വെക്കുന്ന പിക്ചേഴ്സൊക്കെ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്, പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ബാക്ക്വേർഡും ഫോർവേഡും അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ബാക്ക്വേർഡ് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഓരോ പിക്ചേഴ്സിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കറക്റ്റാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ മേലേക്ക് വെക്കുന്ന പിക്ചേഴ്സൊക്കെ ഇതുപോലെ ബാക്ക്വേർഡ് അടിച്ചിട്ട് വേണം സെറ്റ് ചെയ്തിട്ട് വെക്കാനായിട്ട്. കുട്ടികളുടെ പിക്ചർ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടീച്ചറുടെ പിക്ചർ മാത്രമേ ആഡ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ടീച്ചറുടെ പിക്ചർ ഏറ്റവും ടോപ്പിലായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ബാക്ക്വേർഡ് അടിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ റൈറ്റിംഗ് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത്. അപ്പോൾ റൈറ്റിങ്ങിനായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അതിൽ ഞാൻ മലയാളത്തിലാണ് കേട്ടോ റൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ക്യാൻവാസ് സെലക്ട് ചെയ്തിട്ട് ബ്രഷിൻ്റെ ഐക്കൺ ഉണ്ടാവും. അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബ്രഷസ് ഇതിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതിൽ സോഫ്റ്റ് ടേപ്പർ എന്ന് പറഞ്ഞൊരു ബ്രഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കളേഴ്സും ഇതുപോലെ ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ റെഡ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതുപോലെ ക്യാൻവയിലേക്ക് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിങ്ങനെ ഓരോ ലൈനിൽ ആവാനായിട്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് അവരുടെ ബാച്ച് ഏതാണെന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ക്യാൻവയിലുള്ള ഫോണ്ട് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യണത്. വേറെ ഫോണ്ടൊന്നും യൂസ് ചെയ്യണില്ല. ഇതുപോലെ ഇഷ്ടമുള്ള ഫോണ്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് ആയിരുന്നല്ലോ നമ്മളെ കളർ, അതിന് മാറ്റിയിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ പിക്ചറിൻ്റെ ബാക്കിലും ഒരു ലൈൻ ഉണ്ടല്ലോ, ഒരു വൈറ്റ് ലൈൻ ഉണ്ടല്ലോ, അതൊന്നും എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കളറ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വൈറ്റ് തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിതുപോലെ ജസ്റ്റ് മാറ്റിയെന്നുള്ളൂ. അപ്പോൾ ഇതിൽ ചില കുട്ടികളുടെ പിക്ചറും ഇങ്ങനെ വൈറ്റ് ലൈൻ ഇല്ലാത്തതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നോർമൽ ഐഫോണിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, അതിലിതുപോലെ നമുക്ക് വരയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ അതിലിതുപോലെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വൈറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലാത്ത കുട്ടികളുടെ പിക്ചറും.
അപ്പോൾ ഇതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പ്രിൻ്റ് എടുത്തിട്ട് ബാക്കി സെറ്റ് ചെയ്യണത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ എപ്പോഴും ചൂസ് ചെയ്യുക. ഫ്രെയിമിനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ഗ്ലോസി ആയിട്ടുള്ള പേപ്പറും ആയിരിക്കും കേട്ടോ. അത് ഈ ഒരു പ്രിൻറ്റിന് 100 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ നമ്മളിതിലേക്ക് വൈറ്റ് ഫ്രെയിമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിൽ ഇതുപോലെ ഹുക്കൊക്കെ വരുന്ന ടൈപ്പ് ഫ്രെയിമാണ് കേട്ടോ ഞാൻ എപ്പോഴും എടുക്കൽ. A4 സ്റ്റാൻഡുള്ള ടൈപ്പ് ഫ്രെയിമും വരുന്നുണ്ട്, പക്ഷെ ഞാനെപ്പോഴും ഇതുപോലെ ഹുക്ക് 2 സൈഡിൽ ഹുക്കുള്ള ടൈപ്പ് ഫ്രെയിമാണ് എടുക്കൽ. ഗ്ലാസ് നന്നായിട്ട് തുടച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ഫോട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ലെൻസ് ക്ലീനർ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് തുടച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ബോഡി സ്പ്രേയോ അങ്ങനെ യൂസ് ചെയ്തിട്ടും നമുക്കിത് ക്ലീൻ ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്ലാസ് ക്ലീൻ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രെയിം ഇവിടെ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാം കേട്ടോ.